അപ്പോൾ മച്ചാന്മാരെ വരുന്ന വഴിക്ക് ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണത്. മുന്തിരിയാണ്, മുന്തിരി. ഇവിടുത്തെ മുന്തിരിയാണ്, കണ്ടോ. ഇത് നമ്മുടെ ഒരു വേലിയാണ്, വേലിയിൽ പിടിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ മുന്തിരിയുടെ കായെല്ലാം വീണിട്ടുണ്ട്. കുറച്ചാകുമ്പോഴത്തേക്ക് അത് പൂക്കും, നല്ല കായായിട്ട് മാറും. അപ്പം ഇതിൻ്റെ ഒരു സമയം സീസണായി. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ നടപ്പാതയാണ്, നടപ്പാതയിൽ നിൽക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഷോപ്പിംഗ് സിറ്റിയിൽ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം തക്കാളിയാണ് ആദ്യമേ എടുക്കാൻ പോകുന്നത്. തക്കാളിക്ക് ഏകദേശം അത്യാവശ്യം നല്ല എമൗണ്ടാണ് തക്കാളിക്ക്. അതുപോലെ തന്നെ പച്ചമുളക്, ചില വെജിറ്റബിളിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു പൈസ ആവുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഈ ഒരു ഫുള്ള് തക്കാളിക്ക് 49 ലീയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു ബോക്സാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ബോക്സ് മൊത്തത്തിൽ നമുക്ക് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ക്യാബേജ്, ഇതിനൊക്കെ വളരെ കുറച്ച് ലീ മാത്രമേ ആവത്തുള്ളൂ. നമുക്ക് 1 kg ആണ്, kgക്ക് 4 ലീ. അതുപോലെ തന്നെ 4 ലീ 99 ഇതാണ് പൈസയാണ് വരുന്നത്. അപ്പം അതിൽ നമുക്ക് 5 ലീ കൂട്ടാം. 5 ലീ എന്ന് പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആവുന്നില്ല. 1 kgക്ക് നമുക്ക് അത്രയും പൈസ ആവുന്നുള്ളൂ. ചില വെജിറ്റബിളിന് മാത്രമാണ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മേടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ പല രീതിയിൽ പല ബോക്സായിട്ട്, അതായത് ചിക്കൻ്റെ പല പാർട്സായിട്ടാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അത് നല്ല ഫ്രഷ് ചിക്കനാണ്. കാരണം ഇവർ ഒരു ഡേറ്റ് അനുസരിച്ച് ഇവിടെ വെക്കാറുള്ളൂ സാധനം. കാരണം ഒരുപാട് ഡേറ്റിൽ വെക്കത്തില്ല, ഒരുപാട് ദിവസം ആകുമ്പോഴത്തേക്ക് അവരത് മാറ്റിയിട്ട് പുതിയ സ്റ്റോക്ക് കയറ്റും. അപ്പം അത്രയും ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ ഇവിടെ വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ചിക്കനൊക്കെ വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റും. ചിക്കൻ അതുപോലെ തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ളതുണ്ട്. അപ്പം അത് kgക്കൊക്കെ ഒരു 38 ലീ കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷേ നമുക്ക് ഫുൾ ചിക്കനായിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നമുക്ക് വില കുറവായിട്ട് നമുക്ക് കിട്ടുന്നത്. അതായത് മസാല ഒന്നും തേക്കാതെ ഫുൾ ചിക്കനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഏകദേശം ഒരു 14 ലീ ഒക്കെ ആവത്തേ ഉള്ളൂ ഫുൾ ചിക്കന്. 1 kg 1.5 kg ഒക്കെ വരും അതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇപ്പം. അത് ഒരു 1 kg 1.5 kg അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവർ കട്ട് ചെയ്ത് ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വെക്കുന്ന ഒരു പീസ് ആയിട്ട് വെക്കുന്ന, ബോക്സിൽ പീസായിട്ട് വെക്കുന്ന ഇറച്ചിക്കാണ്, മീറ്റിനാണ് നല്ലൊരു എമൗണ്ട് ഇവർ വാങ്ങിക്കുന്നത്. അപ്പം നമുക്കത് കൊണ്ടുവന്നാലും വലിയ ജോലിയില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് വാഷ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു എമൗണ്ട് മേടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പോർക്കുണ്ട്, അതുപോലെ തന്നെ ബീഫുണ്ട്. എല്ലാ മീറ്റുകളും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബീഫിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആവും. പോർക്കാണ് ഇവിടെ ഉള്ളവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, പോർക്കാണ്. അപ്പം പോർക്കിനൊക്കെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ആവുള്ളൂ. നല്ല ഫ്രഷ് ചെമ്മീനുണ്ട്. ഇതൊക്കെ കൂടുതലും ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എമൗണ്ട് അവർ വാങ്ങിക്കുന്നുണ്ട്. 46 ലീ ആവും ആ ഒരു ബോക്സ്. അത് ഏകദേശം 1.5 kg ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ഫിഷ് ഉണ്ട്. അതും കട്ട് ചെയ്ത് നല്ല പീസാക്കി വെച്ചിരിക്കുന്നത്, 200 ഗ്രാമൊക്കെ വെച്ചിട്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവുന്നത് ഈ ഒരു നമ്മുടെ വാഷ് ചെയ്യുന്ന പൊടിക്കാണ്. ഏരിയലിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ആവുന്നുണ്ട്. അപ്പോൾ മാക്സിമം നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്നവരൊക്കെ കൂടുതലും നമ്മുടെ സോപ്പ് പൊടി കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമുക്കിവിടെ വന്നിട്ട് മേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമുക്കിപ്പം ഒരു 1 kg ഒക്കെ എടുത്താലും നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നാൾ നമുക്ക് ഈ ഒരു 137 ലീ ആവുന്നുണ്ട്. ഈ ഒരു 3 kg ഉണ്ട്. പക്ഷേ അത് 3 kgക്കാണ് 137 ലീ. പക്ഷേ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പോൾ സാധനങ്ങൾ ഒരുപാട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ എല്ലാ തരത്തിലുള്ള മസാല പൊടികളും കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ആവുന്നുണ്ട്. 3 ലീ 4 ലീ. പിന്നെ അതുപോലെ തന്നെ ബോക്സിലാക്കി കുപ്പികളിലാക്കിയിട്ട് അവർ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ നല്ല എമൗണ്ട് ആവും, നല്ലൊരു പൈസ ആവും. 10 ലീ 15 ലീ ഒക്കെ ആവുന്നുണ്ട്. പിന്നെ സാധാ 100 പാക്ക് 200 ഗ്രാമിനൊക്കെ 4 ലീ ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഷാമിന് എൻ്റെ അക്കൗണ്ട് വഴി പൈസ കിട്ടി നാട്ടിലേക്ക്. ഷാമിന് ഇതുവരെ അക്കൗണ്ട് റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ING ബാങ്കിൽ വന്നു. എൻ്റെ ബാങ്ക് ING ആണ്. അപ്പോൾ ഞങ്ങൾ അക്കൗണ്ടിൽ മിഷൻ വഴി പൈസ അതിനകത്ത് ഇട്ടിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ട് വഴി പൈസ ആപ്പ് വഴിയിട്ട് ഞങ്ങൾ പൈസ ഇവൻ്റെ
നാട്ടിലോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഞങ്ങളുടെ പൈസ നാട്ടിലോട്ട് അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യം ഹാപ്പിയാണ്. ഹാപ്പിയാണോ? ഹാപ്പി, വെരി ഹാപ്പി. വരാൻ നിൽക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാനും താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ ചോദിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചു. ഇവിടുത്തെ ജീവിത ചിലവാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൊസീജിയർ എങ്ങനെയാണെങ്കിലും. ഇപ്പം ഓരോ ആൾക്കാരൊക്കെ എനിക്ക് ഈ ഓഫർ ലെറ്റർ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ കമ്പനികളൊക്കെ പറയുന്നുണ്ട് കണക്ക് ജോബ് വേക്കൻസിയൊക്കെ തരുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഓഫർ ലെറ്റർ ഒന്നും തന്നിട്ടില്ല, ഇത്ര മന്തിനുള്ളിൽ കയറി പോകാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൊമാനിയയിലേക്ക് കറക്റ്റ് വരുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു കമ്പനിയിൽ കൊടുത്താലും ആദ്യം അവർ തരുന്നത് ഓഫർ ലെറ്റർ ആയിരിക്കും. അപ്പോൾ ഓഫർ ലെറ്റർ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു അഡ്വാൻസ് കാര്യങ്ങളൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുക. മൊത്തം പൈസയും ഇപ്പം 3 ലക്ഷമൊക്കെയാണ് പറയുന്നത്, 3 ലക്ഷം രൂപ ഒരുമിച്ച് കൊടുക്കാതെ അഡ്വാൻസ് ആയിട്ട് ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കി പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓഫർ ലെറ്റർ വന്നിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കൊടുക്കുക. ഓരോ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുക. എന്തായാലും കയറി വരുമ്പോൾ, വിസയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുക്കണം. അപ്പോൾ അത് ഒരുമിച്ച് കൊടുക്കാതെ ഓരോ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ വളരെ സൂക്ഷിക്കുക. കാരണം ഒരുപാട് ഏജൻസികളിപ്പം തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേരളത്തിൽ. അപ്പം അതുകൊണ്ടൊക്കെ നിങ്ങൾ വളരെയധികം സൂക്ഷിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുക. കറക്റ്റ് പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഓഫർ ലെറ്റർ ആദ്യമേ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാമ്പിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക് പെർമിറ്റ്, കമ്പനിയുടെ വർക്ക് പെർമിറ്റ് വരും. വർക്ക് പെർമിറ്റ് കൂടെ വന്നു കഴിഞ്ഞാലാണ് വിസയുടെ പ്രോസസ്സിങ് നടക്കുന്നത്. വിസയുടെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂ, DFS ആണെങ്കിൽ DFS, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ വിസ നമുക്ക് പാസ്പോർട്ടിൽ അടിച്ച് കിട്ടുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടുത്തെ റൊമാനിയൻ ലീ ആണ് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റൊമാനിയൻ ലീ ഒരു ലീ എന്ന് പറയുന്നത് നാട്ടിലെ 18 രൂപ വരും. അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് റൊമാനിയൻ 1 ലീ 2 ഇന്ത്യൻ റുപ്പീസ് എന്ന് കൺവേർട്ട് ചെയ്ത് ഗൂഗിളിൽ കൊടുത്താൽ കറക്റ്റ് എമൗണ്ട് കിട്ടുന്നതായിരിക്കും.